സ്കൂൾ കായികമേള അലങ്കോലപ്പെടുത്തുന്ന ആൾക്കാരെ വരും കൊല്ലങ്ങളിൽ വിലക്കുമെന്ന് സർക്കാരിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു. പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകർക്കെതിരെ കർശന നടപടിയെടുക്കും. സ്കൂൾ കായികമേള സമാപന ചടങ്ങിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 5 അധ്യാപകർക്കെതിരെ നടപടിക്ക് ശുപാർശയായി MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത്. പ്രതീഷ്, യഥാർത്ഥത്തിൽ വലിയ നാണക്കേടാണ് വിദ്യാഭ്യാസ വകുപ്പിന് ഈ അധ്യാപകരുണ്ടാക്കിയതെന്ന കാര്യത്തിൽ സംശയമില്ല. പറയൂ വിവരങ്ങൾ. SK, തീർച്ചയായും സംസ്ഥാനത്ത് സ്കൂൾ കലാകായികമേള അലങ്കോലപ്പെടുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. അത്തരത്തിൽ ഈ കുട്ടികളെ ഇറക്കി പ്രതിഷേധം സംഘടിപ്പിക്കുന്ന അധ്യാപകരെയും ഒപ്പം ആ കുട്ടികളെയും വരുംകാല മേളകളിൽ വിലക്കുമെന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിലൂടെ തന്നെ അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ കർക്കശമായ നടപടിയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ കായികമേളയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമായിരുന്നു. കായികമേളയുടെ സമാപന സമ്മേളന സമയത്ത് ഈ അധ്യാപകർ കുട്ടികളെ ഇറക്കി പ്രതിഷേധിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ശക്തമായൊരു നടപടിയിലേക്ക് പോകുന്നത്. ആ സംഭവത്തിന് പിന്നാലെ അത് അന്വേഷിക്കാൻ 3 അംഗ കമ്മിറ്റിയെ വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ചിരുന്നു. ഈ കമ്മിറ്റിയുടെ ശുപാർശ കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിൽ അതൊരു ഉത്തരവായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഈ സ്കൂൾ കായികമേള അലങ്കോലപ്പെടുത്തുന്നവരെ വരും എന്ന ഈ കലാകായികമേളയിൽ വിലക്കുക, ഇത് ഈ കുട്ടികളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താത്ത അധ്യാപകർക്കെതിരെയും നടപടി വേണമെന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ ആ കായികമേള അലങ്കോലപ്പെടുത്തിയ അധ്യാപകർക്കെതിരെ നടപടിക്ക് കൂടി ഈ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. നവാമുകുന്ദ സ്കൂളിലെ 3 അധ്യാപകർക്കെതിരെയും മാർബേസിൽ സ്കൂളിലെ 2 അധ്യാപകർക്കെതിരെയുമാണ് നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SK, പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്.